Hi all, welcome to Competitive Cracker. ഞാൻ മുഹമ്മദ് ഫാരിസ്. ഒരു ടോപ്പിക് ഡിസ്കഷൻ അല്ല, ഇത് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല ടെലിഗ്രാം ചാനലുകളിലും അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ഒരു ആർട്ടിക്കിളാണ് PSC പരീക്ഷയില്ലാതെ സർക്കാർ ജോലി നേടാം എന്ന രീതിയിൽ നമ്മൾ പല പോസ്റ്റുകൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴി സർക്കാർ ജോലി നേടാം എന്ന പല പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്താണ് അവര് ഒരു യോഗ്യതാ പരീക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാനദണ്ഡം വെക്കുകയും അതിലൂടെ പിന്നീട് ജോലി ലഭിക്കുന്ന ആളുകളാണ് ഇത്തരം പോസ്റ്റിലൂടെ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ജോലി നേടുന്നത്. അപ്പോ ഇനി തൊട്ട് അങ്ങനെ നടക്കില്ല, അതിനൊരു വിജ്ഞാപനം വരികയാണ്. വിജ്ഞാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തൊട്ട് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം ആര് വഴിയായിരിക്കും? കേരള എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയായിരിക്കും ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, സാധാരണ നമ്മുടെ KSFE, KSRTC പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് PSC വഴി തന്നെയാണ് നിയമനം നടത്തുന്നത്. എന്നാൽ PSC നിയമനം നമ്മുടെ PSC പരീക്ഷ അല്ലാതെ നടത്തുന്ന നിയമനങ്ങൾ ഉണ്ടല്ലോ, അത് നടത്തുന്നത് ആരായിരിക്കും? ഇനി കേരള എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആയിരിക്കും എന്ന് പറയുന്ന വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ PSC പരീക്ഷയിലൂടെ അല്ലാതെയും അതുപോലെ തന്നെ ഇന്റർവ്യൂ വഴിയൊക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും രാഷ്ട്രീയ നിയമനങ്ങളും സ്വന്തക്കാരെ കയറ്റുക എന്നൊക്കെ പറയും, നമ്മൾ തമാശ രീതിയിൽ പറയാറുണ്ടല്ലോ, അത്തരം രീതിയിലുള്ള നിയമനങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്വാളിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥരാണ് അത്തരം പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടുന്നത്, പല ഉന്നത പോസ്റ്റുകളിലും ഇരിക്കുന്നത് എന്നുള്ള കാരണത്താലാണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറത്തിറക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CEO, MD തുടങ്ങിയ പോസ്റ്റുകളിലൊക്കെ വാക്കൻസികൾ ഉണ്ടെങ്കിൽ 3 മാസത്തിനകം ആ ഒരു ഒഴിവ് നികത്തണം. പുതിയ വിജ്ഞാപന എന്താണ് മാനദണ്ഡം എന്നൊക്കെ നമുക്ക് ഇനി കൂടുതലായിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ലഭിക്കാനുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇനി ആ ഒരു യോഗ്യതാ പരീക്ഷ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്നാൽ കൂടി 3 മാസത്തിനുള്ളിൽ എന്താണ് ഇത്തരം CEO, MD തുടങ്ങിയ ആ ഒരു പോസ്റ്റുകൾ നികത്തണം എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IASകാരൊക്കെ ഇത്തരം പോസ്റ്റുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ബാധകമല്ല. ഡെപ്യൂട്ടേഷൻ ആളിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു നിയമം ബാധകമാകും. സോ ഈ ഒരു കാര്യം, അതായത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ ഒരു പത്രവാർത്തകളൊക്കെ കാണുന്ന ഈ ഒരു PSC പരീക്ഷ ഇല്ലാതെ സർക്കാർ ജോലി നേടാം എന്ന് പറയുന്ന ആ രീതിക്കും ഒരു കൂട്ട് വരികയാണ്. അവിടെ ഇനി നിയമനങ്ങൾ നടത്തുന്ന ആരായിരിക്കും? കേരള എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആയിരിക്കും. അവർ പറയുന്ന രീതിയിലായിരിക്കും എന്തെന്ന് പറയുന്നത് ഇനി നിയമനങ്ങൾ നടക്കുക. നല്ലതാണ്, കാരണം തീർച്ചയായിട്ടും ഇത്തരം രീതിയിലുള്ള യോഗ്യതാ പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് അല്ലെ, നമ്മളിപ്പോ കേരള PSC നല്ലൊരു മാറ്റമാണ് മാറിയിട്ടുള്ളത് അല്ലെ. പല പരീക്ഷകൾക്കും സ്പെഷ്യൽ ടോപ്പിക് വന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു പരീക്ഷ എഴുതി പാസ്സായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ചൊരു അറിവുണ്ടാവും, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു അറിവുണ്ടാവും. പക്ഷേ ഈ ഒരു യോഗ്യതാ പരീക്ഷയൊന്നും ഇല്ലാതെ ജോലി കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, ആ ഒരു പ്രവർത്തന മികവ് അവരുടെ ആ ജോലിയിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് ഇത്തരം രീതിയിലുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും